അങ്ങനെ ഒരിക്കൽ കൂടി നമ്മുടെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ യുവരക്തം രാഹുൽ ഗാന്ധി തേഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, തേഞ്ഞൊട്ടി എന്ന് തന്നെ പറയണം. രാഹുൽ ഇന്നലെ ഒരു ഹൈഡ്രജൻ ബോംബ് അഥവാ ഹരിയാന ഫയൽസ് പുറത്തുവിട്ടു. ഇന്നിപ്പോൾ തുടക്കത്തിൽ അത് വലിയ ബോംബാണ്, ഇത് BJPയെ കടപുഴക്കും, നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് വലിച്ച് താഴെയിടും എന്നൊക്കെയാണ് പതിവ് പോലെ രാഹുൽ പറഞ്ഞത്. പക്ഷേ ഇന്ന് നേരം വെളുത്ത് ഏതാണ്ട് ഇത്രയും സമയമായപ്പോഴേക്കും രാഹുൽ ചൂണ്ടിക്കാട്ടിയ ആ പൊട്ടിത്തെറിക്ക് കാരണമായ വസ്തുതകളെല്ലാം ഒന്നൊന്നായി പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോ വെച്ച് 200 ചില്ലുവാനം സ്ത്രീകൾ 200 ചില്ലുവാനം വോട്ടുകൾ ചെയ്തു, ഒരേ സ്ത്രീ തന്നെ ഇങ്ങനെ വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് രാഹുൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എൻ്റെ വിഷയം അതല്ല. കാരണം ഈ രാഹുൽ എന്തു പറഞ്ഞാലും അത് മണ്ടത്തരമായിരിക്കും എന്ന് തീർച്ചയാണ്. അത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്നവർക്കും ഒക്കെ ബാധകമായൊരു കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ 10-11 വർഷമായിട്ട് അധികാരത്തിന് പുറത്താണ്. അപ്പോൾ അതിൻ്റേതായ ഫ്രസ്ട്രേഷൻസ്, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യ മഹാരാജ്യം എൻ്റെ മുതുമുത്തച്ഛന് തീറെഴുതി കൊടുത്തതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളിനെ നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല. അയാൾ അങ്ങനെ വിശ്വസിച്ചു കൊള്ളട്ടെ എന്ന് കരുതാനേ പറ്റുള്ളൂ. എന്തായാലും അങ്ങനെ മുതുമുത്തച്ഛനും മുത്തശ്ശിയും അച്ഛനും പിന്നെ ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചൊരു പാവയെ മുന്നിൽ നിർത്തി ഭരിച്ച അമ്മയും ഒക്കെ ചേർന്ന് ഇതൊരു കുടുംബവാഴ്ച, കുടുംബ പാരമ്പര്യം, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ ഇന്ത്യ രാജ്യം, അത് മുഴുവനും എല്ലാ കാലത്തും ഞങ്ങൾക്ക് ഭരിച്ചു മുടിപ്പിക്കാനുള്ളതാണ് എന്നൊക്കെ വിശ്വസിക്കാം. അത് ആർക്കും വിശ്വസിക്കാം, അതിനകത്തൊന്നും തെറ്റില്ല. പക്ഷേ അങ്ങനെ വിശ്വസിച്ച് അവരവരുടെ വീട്ടിലിരുന്നു കൊള്ളണം, നാട്ടിലിറങ്ങി അനാവശ്യമായി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കരുത് എന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് രാഹുൽ ഗാന്ധിയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് മണ്ടത്തരമാണ്, രാഹുൽ കോമാളിയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കിയ BJP അണികളും BJPയുടെ പ്രവർത്തകരും ഒക്കെ വലിയ രീതിയിൽ രാഹുലിനെ ആക്ഷേപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. പപ്പു, അതുപോലെ കോമാളി, ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രയോഗങ്ങൾ അവർ നടത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. രാഹുൽ കോമാളിയല്ല, രാഹുൽ പപ്പുവല്ല, രാഹുൽ വിഡ്ഢിയല്ല, രാഹുൽ വിടുവായത്തനം പറയുന്നവനല്ല. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് വളരെ ആസൂത്രിതമായി രാഹുൽ പറയുന്നതാണ്, പഠിച്ചു പറയുന്നതാണ്. ഇത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി, ലക്ഷ്യത്തോടു കൂടി പറയുന്നതാണ്. ഞാൻ അതിലേക്ക് വരാം വളരെ കൃത്യമായിട്ട്. എന്തിന് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം, 1ാം ഘട്ട വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം രാഹുൽ ഇത് പറഞ്ഞു? വളരെ കൃത്യമാണ്. അതിനകത്തൊരു അജണ്ടയുണ്ട്. ആ അജണ്ട, ആ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ്, 1ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കരിവാരിത്തേക്കുക, അതിനെ മറ്റുള്ളവരുടെ മുന്നിൽ, വോട്ടർമാരുടെ മുന്നിൽ, ലോകത്തിൻ്റെ മുന്നിൽ അത് ഒരു നരേന്ദ്രമോദി നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ്, നരേന്ദ്രമോദിക്ക് വേണ്ടി പണിയെടുക്കുന്ന സ്ഥാപനമാണ് എന്ന് വരുത്തി തീർക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത തകർക്കുക. ഇതാണ് 1ാമത്തെ ലക്ഷ്യം. 2ാമത്തെ ലക്ഷ്യം, അങ്ങനെ നമ്മുടെ നാട്ടിൽ ജനാധിപത്യ സംവിധാനത്തിലൂടെ നടക്കുന്ന ഈ ഒരു മഹാമാമാങ്കം, തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഒരു മഹാമാമാങ്കമാണ്. ആ മഹാമാമാങ്കം വളരെ കൃത്യമായിട്ട്, സത്യസന്ധമായി, സുതാര്യമായി മുന്നോട്ട് പോകുന്നില്ല. അത് സത്യസന്ധമല്ല, അത് സുതാര്യമല്ല. അതിനകത്ത് വൻ ക്രമക്കേടുകളാണ് നടക്കുന്നത്. ഇങ്ങനെ ക്രമക്കേടുകൾ നടത്താൻ നരേന്ദ്രമോദിക്കും BJPക്കും ഒത്താശ ചെയ്യുന്ന ഒരു സ്ഥാപനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധപ്പതിച്ചിരിക്കുന്നു. ഇതാണ് 1ാമത്തെ അജണ്ട. അതവർ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം തന്നെ ഈ സാധനം, ഹരിയാന ഫയൽസ് എന്ന് പറയുന്ന ഹൈഡ്രജൻ ബോംബ് പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ ഭംഗിയായി ചെയ്തിരിക്കുന്നത്.
രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ നിലയ്ക്ക് നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുണ്ടായാൽ നമ്മൾ പരാതിയുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടുത്ത് പോവും, കോടതിയിൽ പോവും, ഒക്കെ ചെയ്യും. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ആ ഉദാഹരണങ്ങളൊന്നും വിസ്തരിച്ച് സമയം കളയുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പ്രേക്ഷകർക്ക് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ കിട്ടും. നമ്മുടെ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നടന്നൊരു പ്രമാദമായ സംഭവം പറയാം. കാസർഗോഡ് മഞ്ചേശ്വരത്ത് മത്സരിച്ച് തോറ്റ കെ സുരേന്ദ്രൻ 89 വോട്ടുകൾക്ക് തോറ്റു. അതിലെ 80 വോട്ടും വ്യാജ വോട്ടുകളാണെന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു, കോടതിയിൽ പോയി. അവസാനം ആ കേസിൽ സുരേന്ദ്രൻ ജയിക്കും എന്നുള്ള ഘട്ടത്തിലാണ് അവിടുത്തെ സ്ഥാനാർത്ഥി മരിച്ചുപോയത്. ആ സ്ഥാനാർത്ഥി മരിച്ചതോടുകൂടി പിന്നെ ആ കേസിന് പ്രസക്തി ഇല്ലാതായി. സുരേന്ദ്രൻ ആ കേസിൽ നിന്ന് പിൻവാങ്ങി. ഇത് ഒരു പക്ഷേ ആ സ്ഥാനാർത്ഥി ജീവിച്ചിരുന്നെങ്കിൽ അത് വലിയ വിവാദമായി മാറിയേനെ. ആ തെരഞ്ഞെടുപ്പ് ജയം തന്നെ അസാധുവാക്കേണ്ടി വന്നേനെ. അങ്ങനെ അസാധുവാക്കിയ മുൻ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇത് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിയമത്തിൻ്റെ മാർഗം നമ്മൾ ചെയ്യേണ്ടുന്ന, അതായത് ജനാധിപത്യ പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഏതൊരാൾക്കും ചെയ്യാൻ കഴിയുന്നതും കൂടിയാണത്. ഇതൊന്നും ചെയ്യാതെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സത്യവാങ്മൂലം ഉൾപ്പെടുത്തിക്കൊണ്ട് പരാതി കൊടുക്കുന്നില്ല, കോടതിയെ സമീപിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമക്കേട് നടത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോടതിയിൽ ചോദ്യം ചെയ്യാം, സുപ്രീം കോടതിയുണ്ട് ഇവിടെ. ഇതൊന്നും ചെയ്യാതെ ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ അവർ ഈ നരേന്ദ്രമോദിക്ക് വേണ്ടി പണിയെടുക്കുന്നു. കള്ളവോട്ടുകൾ 25 ലക്ഷം കള്ളവോട്ടുകൾ ഹരിയാനയിൽ ചേർത്തു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഈ പറഞ്ഞ അതുപോലെ ഒരു വീട്ടിൽ 66 പേർക്ക് വോട്ടുണ്ട്, മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീട്ടിൽ ഒരേ അഡ്രസ്സിൽ 501 പേർക്ക് വോട്ടുണ്ട്. ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം ഉപയോഗിച്ച് 200 ചില്ലുവാനം പേര് വോട്ട് ചെയ്തു. ഇതൊക്കെയാണ് രാഹുൽ ആരോപിക്കുന്നത്. ഞാൻ ആ ആരോപണങ്ങളിലേക്കല്ല, സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ശ്രദ്ധ, ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അവിടേക്കല്ല. രാഹുൽ ഇതെന്തിനു ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഈ വെളിപ്പെടുത്തലെല്ലാം നടത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ജെൻസിയോട് പറയുകയാണ്, ഞാൻ ജെൻസിക്ക് മുന്നിൽ അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? നേപ്പാളിൽ നടന്നതുപോലെ, ബംഗ്ലാദേശിൽ നടന്നതുപോലെ, ശ്രീലങ്കയിൽ നടന്നതുപോലെ ഇന്ത്യയിലും കലാപമുണ്ടാക്കലാണോ രാഹുലിൻ്റെ ഉദ്ദേശം? ഈ ജെൻസി എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് ജെൻസി. അങ്ങനെ ജെൻസി എന്നോ ജെൻ ഇസഡ് എന്നോ ജെൻ XYZ എന്നോ ജെൻ ABC എന്നോ ഇനി എത്രയൊക്കെ അക്ഷരമാലകളുണ്ടോ അതെല്ലാം ഇട്ടുകൊള്ളൂ നിങ്ങൾ. പക്ഷെ അത് ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ്. അതായത് ചെറുപ്പക്കാർ തെരുവിലിറങ്ങണം. എങ്ങനെ? ആയുധങ്ങളുമായി തെരുവുകളെ തീപിടിപ്പിക്കണം, പോലീസിനെ ആക്രമിക്കണം, സർക്കാർ സ്ഥാപനങ്ങൾക്ക് തീയിടണം. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ അജണ്ട. അതിനാണ് ഈ കോപ്രായങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത്. നോക്കൂ, വളരെ കൃത്യമായിട്ട് നേരത്തെ ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ ഇതുപോലെ കൊണ്ടുവന്നു. കർണാടകയിൽ കോൺഗ്രസ് ജയിച്ച മണ്ഡലത്തിൽ വോട്ട് ചോരി നടന്നു എന്ന് പറഞ്ഞാണ് രാഹുൽ രംഗത്ത് വന്നത്. അതെല്ലാം പൊളിഞ്ഞുപോയി. അതിനൊന്നും മണിക്കൂറുകളുടെ ആയുസേ അതിനൊക്കെ ഉണ്ടായുള്ളൂ. മഹാരാഷ്ട്രയിലും കർണാടകയിലും തോറ്റ ഒരു തന്ത്രം, ഒരു അടവ് എടുത്ത് ഹരിയാനയിലും പയറ്റുകയാണ്. അത് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ചെയ്യുമ്പോൾ അതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. ബീഹാറിൽ സംഭവിക്കാൻ പോകുന്ന വൻ തോൽവി, RJDക്ക് കൂടെ ഈ തോൽവി ഉണ്ടാക്കി കൊടുക്കുന്നത് കോൺഗ്രസും രാഹുലുമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ്. അങ്ങനെ ഒരു തോൽവി ബീഹാറിൽ ഇന്ത്യ മുന്നണിക്കും മഹാസഖ്യത്തിനും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തലയ്ക്ക് വെക്കണം. ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്, ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു, പക്ഷെ എന്ത് ചെയ്യാം? വോട്ടർ പട്ടികയിൽ വൻ ക്രമക്കേട്, വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കുന്നു, അതുപോലെ തന്നെ കള്ളവോട്ടുകൾ ധാരാളം ചെയ്തിരിക്കുന്നു. ഹരിയാനയിൽ 25 ലക്ഷം കള്ളവോട്ടുകൾ ചെയ്തെങ്കിൽ ബീഹാറിൽ എത്ര ലക്ഷം കള്ളവോട്ടുകൾ ചെയ്യും?
ഇതാണ്, ഈ നരേറ്റീവാണ് രാഹുൽ ഗാന്ധി നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെറുപ്പക്കാരെ ഒന്നൊഴിയാതെ തെരുവുകളിലേക്ക് ഇറക്കി രാജ്യം മുഴുവനും കത്തിക്കാനുള്ള ഒരു അജണ്ടയാണ് അത്. ആ അജണ്ടയുടെ ആസൂത്രണം നടന്നിരിക്കുന്നത് ഇന്ത്യയിലല്ല, അത് വിദേശത്താണ് എന്ന് വ്യക്തമാണ്. അത് നമുക്ക് നേരത്തെ കർണാടകയിൽ നിന്ന് മനസ്സിലായതാണ്, മഹാരാഷ്ട്രയിലെ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. ഇപ്പോൾ ഇതാ കൃത്യമായിട്ട് ബീഹാർ ഒന്നാം ഘട്ട വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം ഹൈഡ്രജൻ ബോംബെന്ന് പറഞ്ഞ് ഹരിയാന ഫയൽസ് പുറത്തു വിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്തരത്തിലൊരു പരിശ്രമം നടത്തുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. പക്ഷേ കേരളത്തിലെ മാപ്രകൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. അതേസമയം ദേശീയ മാധ്യമങ്ങൾ വെറുതെ ഇരുന്നില്ല. കാരണം മുമ്പ് 2 തവണയും സംഭവിച്ച അബദ്ധം ഇനി ഉണ്ടാകരുത് എന്ന് അവർക്ക് കൃത്യമായിട്ടും ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്താ, രാഹുൽ ഗാന്ധി ഉച്ചയ്ക്ക് 12 മണിക്ക് പത്രസമ്മേളനം നടത്തുന്നു. ദേശീയ മാധ്യമങ്ങൾ, ഞാൻ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല, കാരണം പേരുകളൊക്കെ പറഞ്ഞാൽ ഉടനെ അത് ആരോപണം വരും, അത് BJPയുടേതാണ്. കോൺഗ്രസിനെ അനുകൂലിക്കുന്ന പത്രങ്ങൾ, ഇന്ത്യ ടുഡേ ഉൾപ്പെടെ, ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെ, ഇന്ത്യൻ എക്സ്പ്രസ് കേരളത്തിലെ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല കേട്ടോ, ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസ്, അത് ദ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്, കേരളത്തിൽ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. അതൊക്കെ ഇരിക്കട്ടെ, ആ വ്യത്യാസങ്ങളൊക്കെ പോട്ടെ. പക്ഷേ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഹരിയാനയിൽ പോയി നേരിട്ട് രാഹുൽ ചൂണ്ടിക്കാണിച്ച പ്രദേശങ്ങളിൽ പോയി അവിടുത്തെ വിവരങ്ങൾ തേടി 66 വോട്ടുള്ള വീട് കണ്ടെത്തി. അതൊരു വലിയ പ്ലോട്ടാണ്. ആ പ്ലോട്ടിൽ നിരവധി വീടുകളുണ്ട്. ഒരു കുടുംബത്തിൻ്റെ ഭൂമിയാണത്. അവിടെ ആ കുടുംബത്തിലെ ശാഖകൾ, അതായത് ഒരു പണ്ടുകാലത്ത് ഒരു കുടുംബം, സഹോദരങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്ന ആ കുടുംബം ഇപ്പോൾ ശാഖോപശാഖകളായിട്ട് അനേകം പേരുണ്ട്. അതുപോലെ തന്നെയാണ് ഈ 501 വോട്ടർമാരുടെ കാര്യവും. അതുപോലെ തന്നെയാണ് ഈ ബ്രസീലിയൻ മോഡലിൻ്റെ പടം കടന്നുകൂടിയതും. അതും സാങ്കേതികമായൊരു പിഴവാണ്. ആ പിഴവ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കണ്ടെത്തിയതാണ്. അതിനെ സംബന്ധിച്ച് വോട്ടർമാർ പരാതി കൊടുത്തിരുന്നു. BLOയ്ക്ക് ആ വിഷയം അറിയാം. BLO അത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നലെ വെളിപ്പെടുത്തി. ഇത് കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സംഭവിച്ച കാര്യമാണ്, ഞങ്ങൾക്കിത് അറിയാമായിരുന്നു, ഞങ്ങളിതെല്ലാം അത് സോർട്ട് ചെയ്ത് തിരുത്താനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം അത് ഒന്നൊന്നായിട്ട് സോർട്ട് ചെയ്ത് തിരുത്താനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമുക്ക് ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അത് തെറ്റാണ്, ഒരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥർക്കെതിരെ ആരാണോ അത്തരത്തിൽ ഈ ചിത്രം മാറിപ്പോയത്, ഈ പറഞ്ഞ പോലെ ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം അവിടെ കടന്നു വരാൻ കാരണക്കാരായവരാരാണോ അവർക്കെതിരെ തീർച്ചയായിട്ടും നടപടിയെടുക്കണം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുള്ള അധികാരമുണ്ട്, അവരത് ചെയ്യേണ്ടതാണ്. ഇത് തെറ്റുകുറ്റങ്ങളില്ലാത്ത വോട്ടർ പട്ടിക, അത് വേണം ഉപയോഗിക്കാൻ. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ കൃത്യമായിട്ട് ഈ ബ്രസീലിയൻ മോഡലിൻ്റെ പടം കടന്നു വന്നത് അന്വേഷിച്ച്, ഈ ബ്രസീലിയൻ മോഡലിൻ്റെ പടം കടന്നു വന്നെങ്കിലും ആ പേരുകാരെല്ലാം അവിടെയുണ്ട്. അവരെല്ലാവരും വോട്ടർ ID കാർഡും ആധാർ കാർഡും ഹാജരാക്കി വോട്ട് ചെയ്തവരാണ്. സ്വീറ്റി, സരസ്വതി, രശ്മി ഇവരെല്ലാവരും അവിടെ ഉള്ളവരാണ്. അവരെ കൃത്യമായിട്ട് മാധ്യമ പ്രതിനിധികൾ കണ്ടു. അതിൻ്റെ എല്ലാ റിപ്പോർട്ട് കൃത്യമായിട്ട് ഇന്ത്യ ടുഡേയിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലും വന്നിട്ടുണ്ട്. അതുപോലെ ദേശീയ മാധ്യമങ്ങൾ, ദേശീയ ചാനലുകൾ ഒക്കെ ഈ കാര്യം ഇപ്പോൾ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ വ്യക്തമാണ് രാഹുലിൻ്റെ ഈ ആരോപണങ്ങളെല്ലാം ഒന്നൊന്നായി പൊളിഞ്ഞു. രാഹുൽ വാസ്തവത്തിൽ തേഞ്ഞൊട്ടി. രാഹുലിനെ ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത് പോലെ രാഹുലിനെ കൊണ്ട് ഈ പ്രവൃത്തി എടുക്കുന്നവർ ആലോചിക്കൂ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാപഭാരം മുഴുവനും ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ചുമക്കേണ്ട, മധ്യവയസ്കനായ ചെറുപ്പക്കാരൻ, ഇന്ത്യയിൽ അവിവാഹിതനായ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ട ഗതികേടിലാണ്. അത് മാത്രം നിങ്ങൾ ആലോചിക്കുക. ഇനിയും ഈ പാവത്തിനെ കൊണ്ട് ഈ വൃത്തികേട് ചെയ്യിപ്പിക്കരുത് എന്നുള്ള എളിയ പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഞാൻ പറഞ്ഞല്ലോ, നടപടിയെടുക്കേണ്ടവർക്കെതിരെ കൃത്യമായിട്ടും നടപടിയെടുക്കണം. ഇനി ഇതെല്ലാം പറയുന്ന രാഹുൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിൻ്റെ, അതിലെ ക്രമക്കേടുകൾ തിരുത്തുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന SIR എന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷന് എതിരാണ്. ഈ വോട്ടർ പട്ടികയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ
വോട്ടർ പട്ടികകളിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കാൻ രാഹുലിന് വലിയ ഉത്സാഹമാണ്. പക്ഷെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ ആ വോട്ടർ പട്ടിക കൃത്യമായും കുറ്റമറ്റതായിരിക്കണം എന്ന നിർബന്ധം രാഹുലിനില്ല. നമുക്കെല്ലാവർക്കും ആ നിർബന്ധമുണ്ട്. പരമാവധി എൻ്റെ വോട്ട്, എൻ്റെ ചിത്രം, എൻ്റെ അഡ്രസ്സ്, എൻ്റെ വോട്ടർ ID കാർഡ് നമ്പർ ഇതെല്ലാം കൃത്യമായിട്ട് വരണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പരാതിപ്പെടും. ഈ രാജ്യത്തെ പൗരൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചവർ ഹരിയാനയിലുണ്ട്. പക്ഷെ അവരെ രാഹുൽ കാണുന്നില്ല. രാഹുൽ കാണുന്നത് ബ്രസീലിയൻ മോഡലിനെ മാത്രമാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ മോഡലുകളെ മാത്രം കണ്ടുള്ള ശീലമായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും ഇവിടെ SIR കൊണ്ടുവരുമ്പോൾ വോട്ടർ പട്ടിക സുപ്രീം കോടതി വ്യക്തമായിട്ട് പറഞ്ഞു, രാജ്യത്തെ മുഴുവൻ വോട്ടർ പട്ടികയും ശുദ്ധീകരിക്കണം. പക്ഷേ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുടെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായിട്ട് രംഗത്ത് വരുന്ന രാഹുലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇരട്ടത്താപ്പാണ്. രാഹുൽ കോമാളിയല്ല, രാഹുൽ വിഡ്ഢിയല്ല, രാഹുൽ വിടുവായത്തനം പറയുന്നവനല്ല. മറിച്ച് ഈ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ, ഈ രാജ്യത്തെ കത്തിക്കാൻ, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഛിദ്രശക്തികളുടെ, വിഘടനവാദികളുടെ കയ്യിലെ ഒരു ആയുധമാണ് രാഹുൽ എന്ന് സംശയിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. വളരെ ആസൂത്രിതമായിട്ടാണ് ഒരിക്കൽ കൂടി ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ രാഹുൽ ശ്രമിച്ചത്. പക്ഷെ അമ്പേ പരാജയപ്പെട്ടു പോയി എന്നതാണ് സത്യം.